നമസ്കാരം. വിവാഹ സമയത്ത് വധു ധരിക്കുന്ന സ്വർണ്ണാഭരണത്തിന് രേഖാമൂലമുള്ള തെളിവുകളില്ലാത്തത് വിവാഹമോചന കേസുകളിൽ സ്വർണം തിരികെ നൽകുന്നതിന് തടസ്സമാകരുതെന്ന ഹൈക്കോടതി വിധിയിൽ നിറയുന്നത് സാമൂഹ്യ നീതിയുടെ പ്രസക്തി. സ്വർണത്തിന്റെ ഉടമസ്ഥത ബോധ്യപ്പെടുത്താനുള്ള തെളിവില്ലാത്തതിനാൽ പലപ്പോഴും അവ വീണ്ടെടുക്കുന്നത് ബുദ്ധിമുട്ടാകാറുണ്ട്. ഈ സത്യം തിരിച്ചറിയുമ്പോൾ രേഖാമൂലമുള്ള തെളിവുകളുടെ അഭാവത്തിലും നീതി നൽകുകയാണ് കോടതികൾ ചെയ്യേണ്ടതെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. പെൺകുട്ടിയുടെ ആഭരണങ്ങൾ ഭർത്താവും ഭർത്തൃ വീട്ടുകാരും ദുരുപയോഗം ചെയ്യുന്ന ഒട്ടേറെ കേസുകളുണ്ടെന്നും ജസ്റ്റിസുമാരായ MP സ്നേഹലത, ദേവൻ രാമചന്ദ്രൻ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് വിശദീകരിച്ചു. വിവാഹ സമയത്തുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും വീട്ടുസാധനങ്ങളും തിരികെ വേണമെന്നാവശ്യപ്പെട്ട് വിവാഹമോചിതയായ യുവതി നൽകിയ ഹർജി എറണാകുളം കുടുംബ കോടതി തള്ളിയിരുന്നു. തുടർന്ന് നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കളമശ്ശേരി സ്വദേശിനിയാണ് അപ്പീൽ ഹർജി നൽകിയത്. ഭർത്തൃ വീട്ടുകാർ കൈക്കലാക്കിയ 59.5 പവൻ സ്വർണമോ വിപണി വിലയോ നൽകാനും കോടതി ഉത്തരവായി. വീട്ടുപകരണങ്ങളുടെ കാര്യത്തിൽ വ്യക്തതയില്ലെന്നും അത് തിരിച്ചു നൽകേണ്ടതില്ലെന്നും നിർദ്ദേശിച്ചു. 2010 സെപ്റ്റംബറിൽ വിവാഹിതയായ ഹർജിക്കാരിക്ക് വിവാഹ സമയത്ത് 71 പവൻ സ്വർണ്ണാഭരണങ്ങൾ നൽകിയെന്ന് ഹർജിയിൽ പറയുന്നു. ഇത് ഗർഭിണിയായിരിക്കെ യുവതി തിരികെ കൊണ്ടുപോയെന്ന ഭർത്താവിന്റെ വാദം കുടുംബ കോടതി ശരിവെച്ചു. ആഭരണങ്ങൾ ഭർത്തൃ വീട്ടുകാർ വിട്ടുതന്നില്ലെന്ന് തെളിയിക്കാൻ ഹർജിക്കാരിക്ക് സാധിച്ചില്ലെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഭർത്താവിന്റെ വാദം വിശ്വസനീയമല്ലെന്നും യുവതിയുടെ അച്ഛൻ 59.5 പവൻ സ്വർണം നൽകിയതിന് ജ്വല്ലറി രേഖകളുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഇത്തരം കേസുകളിൽ ക്രിമിനൽ കേസിലേതുപോലെ വ്യക്തമായി തെളിവുകൾ ആവശ്യപ്പെടാനാകില്ലെന്ന വസ്തുത ബന്ധപ്പെട്ട കോടതികൾ മനസ്സിലാക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഇനിയുള്ള വിവാഹമോചന കേസുകളിലെല്ലാം ഏറെ നിർണായകമാകും ഈ വിധി. സാഹചര്യ തെളിവുകൾ വിലയിരുത്തിയാണ് കോടതി ഈ നിഗമനത്തിലെത്തിയത്. വിവാഹ സമയത്ത് വധു ധരിക്കുന്ന സ്വർണ്ണാഭരണത്തിന് രേഖാമൂലമുള്ള തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കാത്തത് നീതി നിഷേധത്തിന് കാരണമല്ലെന്ന് ഹൈക്കോടതി പറയുകയാണ്. ഈ സ്വർണ്ണാഭരണങ്ങൾ തൻ്റേതാണെന്ന് ബോധ്യപ്പെടുത്താൻ സ്ത്രീക്ക് രസീതോ മറ്റെന്തെങ്കിലും രേഖയോ ലഭ്യമല്ലാത്തതിനാൽ സ്വന്തം സ്വർണ്ണാഭരണങ്ങൾ വീണ്ടെടുക്കുന്നത് ബുദ്ധിമുട്ടാകുന്നു. ഈ സത്യം തിരിച്ചറിയുന്ന സന്ദർഭത്തിൽ രേഖാമൂലമുള്ള തെളിവുകളുടെ അഭാവത്തിലും നീതി നൽകുകയാണ് കോടതികൾ ചെയ്യേണ്ടതെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. കളമശ്ശേരി സ്വദേശിനി നൽകിയ അപ്പീലിൽ ഭർത്തൃ വീട്ടുകാർ കൈക്കലാക്കിയ 59.5 പവൻ സ്വർണമോ അതിന്റെ മാർക്കറ്റ് വിലയോ തിരിച്ചു നൽകാനും കോടതി ഉത്തരവായി. വിവാഹ സമയത്ത് മാതാപിതാക്കൾ മകൾക്ക് നൽകുന്ന സ്ത്രീധനത്തിന് തെളിവുകൾ ഉണ്ടാകില്ലെന്നും ഇത്തരം വിഷയങ്ങളിൽ കോടതികൾ യുക്തമായ തീരുമാനമെടുക്കുകയാണ് ചെയ്യേണ്ടതെന്നും കോടതി വ്യക്തമാക്കി. 2010 വിവാഹിതരായ ദമ്പതിമാർ പിന്നീടാകുന്നു. തുടർന്നാണ് 65.5 പവൻ സ്വർണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് കുടുംബ കോടതിയെ സമീപിച്ചത്. ബന്ധുക്കൾ നൽകിയ 6 പവൻ അടക്കമായിരുന്നു ഇത്. ഇതിൽ മാതാപിതാക്കൾ നൽകിയ 59.5 പവൻ തിരികെ നൽകാനാണ് നിർദ്ദേശിച്ചത്. മാതാപിതാക്കൾ നൽകുന്ന സ്വർണവും പണവും അവരുടെ സ്ത്രീധനമായിട്ടാണ് കരുതുന്നത്. അത് യുവതിയുടെ സ്വത്താണ്. വധുവിന് ലഭിക്കുന്ന സ്വർണം സുരക്ഷിതമായി സൂക്ഷിക്കുന്നുവെന്നതിൻ്റെ പേരിൽ ഭർത്താവും കുടുംബവും കൈവശപ്പെടുന്നത് സാധാരണമായിരിക്കും. സ്വകാര്യവും അനൗപചാരികവുമായ ഇടപാടായതിനാൽ ഇക്കാര്യത്തിൽ തെളിവ് ഹാജരാക്കുക അസാധ്യമായിരിക്കും. തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ആഭരണത്തിന്റെ പട്ടികയൊന്നും സ്ത്രീകൾ കൈവശം ഉണ്ടാകില്ല. ക്രിമിനൽ കേസുകളിലെ പോലെ തെളിവ് വേണമെന്ന് കോടതികൾ നിഷ്കർഷിക്കരുത്. ആര് പറയുന്നതിലാണ് ശരിയെന്ന് പരിശോധിക്കണം. ഹർജിക്കാരുടെ കാര്യത്തിൽ തങ്ങളുടെ വിരമിക്കൽ ആനുകൂല്യം ഉപയോഗിച്ചാണ് സ്വർണം വാങ്ങിയതെന്ന് മാതാപിതാക്കൾ വിശദീകരിച്ചു. സ്വർണം മകൾക്ക് നൽകാനുള്ള ശേഷി മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നു എന്നതിന് തെളിവുണ്ടെന്ന് കോടതി വിലയിരുത്തിയതും നിർണായകമായി. ഗാർഹിക പീഡന കേസുകളും സ്ത്രീധന പീഡന കേസുകളും വരുമ്പോഴാണ് സ്വർണ്ണാഭരണങ്ങൾ തിരികെ തരുന്നില്ലെന്ന വിവരം സ്ത്രീകൾ പറയുകയെന്നും ഇത്തരം സാഹചര്യത്തിൽ ക്രിമിനൽ കേസിലെ പോലെ വ്യക്തമായ തെളിവുകൾ ആവശ്യപ്പെടാനാവില്ലെന്ന വസ്തുത ബന്ധപ്പെട്ട കോടതികൾ മനസ്സിലാക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി.